Hi, welcome to this YouTube channel. Today we are going to discuss about Microsoft Excel. We will discuss Microsoft Excel application. Microsoft Excel application nothing but it's a collection of spreadsheets developed by Microsoft. Okay, so ഒരുപാട് ആൾക്കാർക്ക് മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ച് ഓൾറെഡി അറിയാം. എന്നാലും ഈ വീഡിയോസ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. തുടർന്നുള്ള വീഡിയോകളിൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓരോ പോയിന്റിലേക്ക് നമ്മൾ പോകും. ഓക്കെ, ഫൈൻ. സോ നമ്മുടെ പി സിയിൽ കമ്പ്യൂട്ടറിൽ എക്സൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർച്ചിൽ പോയി കഴിഞ്ഞാൽ എക്സൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിളിൽ എക്സ് വിത്ത് എക്സ് മാർക്കോട് കൂടി വരുന്ന ഈ സിമ്പിളിൽ ഓപ്പൺ ആയി വരുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇവിടെ ഞാൻ ബേസിക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സൽ 2013 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ വൺസ് വി ക്ലിക്ക് എക്സൽ 2013 it will open like this. Okay, here we are having blank workbook. Okay, look at this blank workbook. Click over there, then it will open like this. Okay, now what we are going to explain here is first one. Okay, what are the points? Look at this here, tags and groups. That's the first point. Tags and groups and ribbons. Okay, what is tabs and groups? Look here, you can see home, explanation, insert, page layout, like some more. Okay, this is we can call tabs. This is tab. ഈ ടാബിൻ്റെ അകത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്ന കുറേ ഗ്രൂപ്പ്സ് ഉണ്ടല്ലേ. ഇവിടെ ക്ലിക്ക് ബോർഡ്, ഫോണ്ട്, അലൈൻമെന്റ്, നമ്പർ, സ്റ്റൈൽസ്, സെൽസ്, എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഗ്രൂപ്പ്സിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് റിബൺസ്. സോ ഫസ്റ്റ് നമ്മൾ ടാബ് പറഞ്ഞു, പിന്നെ നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞു, പിന്നെ റിബൺസ് പറഞ്ഞു. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് പുതിയ ടാബ്സ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഗോ ടു ഫയൽ, ക്ലിക്ക് ഓവർ ദ ഫയൽ, then here options. You can see here options. Click the options. Okay, here we are having customized ribbon. Customized ribbon. Okay. We are having customized ribbon in options. So customized ribbon ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ here you can see new tab. So click over the new tab to create new tab. Then name rename ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റീനെയിം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ടാബിൻ്റെ അതേ റോയിൽ തന്നെ ന്യൂ ഗ്രൂപ്പിനപ്പുറത്ത് റീനെയിം ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിനെ റീനെയിം ചെയ്യാം. വേണമെങ്കിൽ ഏത് സിമ്പിളാണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അതും കാണാൻ പറ്റും. മൈ ടാബ്. ഓക്കെ, മൈ ടാബ്. മൈ ടാബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ടാബ് ക്രിയേറ്റ് ചെയ്തു. മൈ ടാബ്. ഓക്കെ, യു ക്യാൻ സീ വാട്ട് യു ക്യാൻ ഡു.
ലുക്ക് ഹിയർ, ഇതാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ ടാബ്. ഇതിൻ്റെ അകത്ത് നമുക്ക് താഴെ റിബൺസ് റെഡിയാണ്. സോ റിബൺസിൽ ഇനി നമുക്ക് ഗ്രൂപ്പ്സിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. അതും നത്തിങ് ബട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഫയൽസിൽ പോയിട്ട് ഓപ്ഷൻസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമൈസ് റിബൺ ഉണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെ ന്യൂ ടാബിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ന്യൂ ഗ്രൂപ്പ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടാബിൽ ഓട്ടോമാറ്റിക്കലി ബൈ ഡീഫോൾട്ട് ആയിട്ട് ഒരു ഗ്രൂപ്പ് എപ്പോഴും ക്രിയേറ്റ് ആയി നിൽക്കും. സോ അതിനെ റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ okay, if I want to create new group, just click over there and rename it group 2. Fine, let's see what's happening. Now here created group 1 group 2 create ആയിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ ഹോമിലൊക്കെ ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ന്യൂ ടാബിലെ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 നമുക്ക് കൺട്രോൾസിനെ കൊണ്ടുവരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ again go back to same place, file, options, customize ribbon, group 1 സെലക്ട് ചെയ്തിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ ഡയലോഗ് ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഫൈൻ, ലെഫ്റ്റ് സൈഡിൽ ഇതിന് നമുക്ക് ഏതൊക്കെ കൺട്രോൾസ് ആണോ ആവശ്യമുള്ളത് അത് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ആഡ് ബട്ടൺ ഉണ്ട്. ഇൻ ബിറ്റ്വീൻ 2 ലിസ്റ്റ് ബോക്സസ് ദർ ഇസ് 1 ബട്ടൺ, ആഡ് ബട്ടൺ. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടിനും ഇടയിലുള്ള ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൂപ്പിലോട്ട് അത് ആഡ് ആവും. നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്നുണ്ട് ആഡ് ഏതൊക്കെയാണോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് അത് ഇതിനനുസരിച്ച് നമ്മളെ ഗ്രൂപ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഗ്രൂപ്പ് 2 ഫ്രീസ് ആഡ് ഇൻസേർട്ട് സെൽസ് ആഡ്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ഇവിടെ ഗ്രൂപ്പ് 1 ഇത്രയും കൺട്രോൾസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഗ്രൂപ്പ് 2 അകത്ത് ഇത്രയും കൺട്രോൾസും ആഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബൈ മിസ്റ്റേക്ക് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും കൺട്രോൾസ് ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് റിമൂവ് ചെയ്യണം അല്ലേ. സെയിം പ്ലേസ്, ഫയൽ, ഓപ്ഷൻസ്, കസ്റ്റം റിബണിൽ നമുക്ക് എന്താണോ റിമൂവ് ചെയ്യാനുള്ള കൺട്രോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 2 ലിസ്റ്റ് ബോക്സിൻ്റെ ഇടയിൽ അതുപോലെ റിമൂവ് ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോം, അതുപോലെ തന്നെ റിബൺ, അതുപോലെ തന്നെ ഗ്രൂപ്പ്സിനകത്തോട്ട് കൺട്രോൾ എങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ളതും ക്ലിയർ ആയിട്ടുണ്ടാവും. ഓൾറൈറ്റ്, ദെൻ നമുക്കിനി നോക്കാനുള്ളത് നെയിം ബോക്സ് ആണ്. നെയിം ബോക്സ്, ഇതാണ് നമുക്ക് നെയിം ബോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബോക്സിനാണ് നമ്മൾ നെയിം ബോക്സ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സെല്ലിലാണോ ക്ലിക്ക് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് അവിടെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പെർട്ടിക്കുലർ ഇതിലെ ഏതിലാണോ എന്നുള്ളത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് T4, D4, P2, P2. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് നെക്സ്റ്റ് വൺ നോട്ടായിട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം മനസ്സിലാകാൻ വേണ്ടിയിട്ട് തന്നെ. നെക്സ്റ്റ് ഫങ്ഷണൽ ബോക്സ് ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് ഒക്കെ എഴുതുകയാണെങ്കിൽ അത് ഇവിടെയാണ് ആ ഫങ്ഷൻസ് വരുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ഫങ്ഷണൽ ബോക്സ്. ഫൈൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒരു സ്പ്രെഡ്ഷീറ്റിൻ്റെ അകത്ത്. ഓക്കെ, സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കാണുന്ന ഇതിനെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കാണുന്നതിന് നമുക്കൊരു ഷീറ്റ് നെയിം ഉണ്ട്, നമുക്കതിനെ വേണമെങ്കിൽ മാറ്റാം. നെയിം 1 ആക്കാം. ഇതാണ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിൽ മൾട്ടിപ്പിൾ സ്പ്രെഡ്ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ പ്ലസ് സിമ്പിൾ കാണാം. ലെഫ്റ്റ് ബോട്ടം സൈഡിൽ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ 10 ടൈംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് അതിൻ്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെയിം നമുക്ക്
ആവശ്യമുള്ള രീതിയിൽ മാറ്റാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ സ്പ്രെഡ്ഷീറ്റിൻ്റെ കളക്ഷന് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയും. വർക്ക് ബുക്ക് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റിൻ്റെ കളക്ഷനാണ്. സോ സ്പ്രെഡ്ഷീറ്റിൻ്റെ കളക്ഷനാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അതിൽ ഈച്ച് ഷീറ്റിൽ സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു വിസിബിലിറ്റിയാണ് കിട്ടുന്നത്. ഇവിടെ എ ബി സി ഡി അപ് ടു സെഡ്, ദെൻ again after Z AA AB AC, then BA BB BC, like this is going. Fine. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണുന്ന ഇതാണ് റോ നമ്പേഴ്സ്. റോ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറിലാണ് വരുന്നത് 1 2 3. സോ ഇത് കോളവും ഇത് റോയും ആണ്. നമ്മൾ പെർട്ടിക്കുലർ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് കോളം സെലക്ട് ആവും. പെർട്ടിക്കുലർ റോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് റോയും സെലക്ട് ആവും. സോ ഇതാണ് സ്പ്രെഡ്ഷീറ്റിൻ്റെ പ്രത്യേകത. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ടേബിൾ. ടേബിളിൽ റോ ഉണ്ട്, കോളം ഉണ്ട്. അത് ആ പെർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കുന്ന ഈ ഒരു ഏരിയക്ക് പറയുന്ന പേരാണ് സെൽ. സോ ഇതിൻ്റെ അഡ്രസ്സാണ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത നെയിം ബോക്സിൽ കാണുന്നത്. സോ ഇവിടെ നിന്ന് ഇപ്പോൾ B2 എന്ന് കണ്ടു കഴിഞ്ഞാൽ B ഇസ് ദ കോളം ആൻഡ് 2 ഇസ് ദ റോ. അതാണ് ഈ പോയിന്റ്. Fine. Okay, all right. Next നമുക്ക് നോക്കാനുള്ളത് ഇതിനകത്തുള്ള ഓരോരോ പോയിന്റ്സ് ആണ്. കറക്റ്റ്. സോ ഫോമിൽ ക്ലിപ്പ് ബോർഡ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, അലൈൻമെന്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കാം. ഈ വീഡിയോയിൽ തന്നെ നോക്കാം. ഈ ഒരു B2 സെല്ലിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ ആർ യു ദിസ് ഐ റൈറ്റ് ഹിയർ. അപ്പോൾ ഇതിനെ എനിക്ക് കോപ്പി ചെയ്തിട്ട് നെക്സ്റ്റ് സെല്ലിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ആവും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സെല്ലിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് ആവും. റിപ്പോർട്ടിൻ്റെ അകത്താണ് ഈ ഒരു ഏരിയ വരുന്നത്. ഓക്കെ, കട്ട്. ഇങ്ങനെ എടുത്ത് കാണിച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇവിടെ വരുന്നത് എന്ന്. ഫോമിൽ ഫസ്റ്റ് കാണുന്ന ഈ ക്ലിപ്പ് ബോർഡ്, അതിൽ കട്ട്, കോപ്പി, പേസ്റ്റ്. ഫൈൻ. സോ ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് കൂടി ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് Ctrl+C സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലിപ്പ് ബോർഡിലോട്ട് കോപ്പി ആവും. ഷോർട്ട് കട്ട് ഈസ് Ctrl+C. ഫൈൻ. അതുപോലെ പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl+V. ഇതാണ് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+C ആൻഡ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+V ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ.